ദിലീപിൻ്റെ വിഷയത്തിൽ ശരിക്കും കോടതിയുടെ ഒരു തീരുമാനം, വിധി വന്നു. ആ വിധിയിൽ ദിലീപ് നിരപരാധിയാണെന്നാണ് പറയുന്നത്. അതിനെ നമ്മുടെ നിയമവ്യവസ്ഥത അനുസരിച്ച് ആ നിയമത്തിൽ നിന്നുള്ള തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ കുറ്റക്കാരായ 6 പേരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്ന വ്യാജ ഒരു കരച്ചിൽ എന്തിനാണ്? എന്തിനു വേണ്ടിയാണ്? ദിലീപ് ഈ കോടതി വിധി കൃത്യമായിരിക്കാം. ദിലീപ് ഒരു തെറ്റും ചെയ്തിരിക്കാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന് ഇങ്ങനെ വ്യാമോഹം നടത്തുന്നത്? 8 വർഷം ഒരു കേസിന് വേണ്ടി ഒരാൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നടന്നു. ഇപ്പോൾ അയാൾ അഹങ്കാരമായി സംസാരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിച്ചുകൂടാ? ഈ 8 വർഷവും നിങ്ങൾ മാധ്യമങ്ങൾ, സമൂഹത്തിൽ ഒരുപാട് പേര് അദ്ദേഹത്തിനെതിരെ എന്തെല്ലാമാണ് പറഞ്ഞു നടന്നത്. അദ്ദേഹത്തിന് നീതി ലഭിക്കുമ്പോൾ അദ്ദേഹത്തിനൊന്ന് ആനന്ദിച്ചൂടെ? എന്താ നമ്മുടെ ഈ സംവിധാനത്തിൽ? അയാൾക്കും സ്വാതന്ത്ര്യമില്ലേ? തെറ്റ് ചെയ്യാത്തത് എന്ന് പൂർണ്ണമായും അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾ അതിനെതിരെ ഇപ്പോൾ പ്രതികരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു അജണ്ടയുണ്ടെന്ന് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും. ദിലീപ് ശിക്ഷിക്കപ്പെടണം. ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ. കോടതിയല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ കുറേ പേര് തീരുമാനിക്കും. അതാണ് നിയമത്തിൽ വരേണ്ടത്. അത് വന്നില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും, അയാൾ കുറ്റക്കാരനാണ്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. കോടതിയുടെ നല്ല അല്ലെങ്കിൽ കൃത്യമായ ജഡ്ജ്മെൻറ്റ്, അവർ തെളിവുകളുടെ എല്ലാം പരിശോധിച്ചിട്ടാണല്ലോ ഒരു വിധി വരുന്നത്. അതിനെ അനുകൂലിക്കുക, കോടതി വിധിയെ മാനിക്കുക.